ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാർലോ ടി വി ഇന്നായിരിക്കുന്നത് കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലാണ്. 40 മണി ആരാധനയോടനുബന്ധിച്ച് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ദിവ്യകാരുണ്യ പ്രദർശന കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ 40 മണി ആരാധനയോടനുബന്ധിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു പ്രദർശനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ദിവ്യകാരുണ്യ പ്രദർശനത്തിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ, ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച വിശുദ്ധന്മാർ, വിശുദ്ധ കുർബാനയ്ക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന തിരുവസ്തുക്കൾ, പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന തിരുവസ്തുക്കൾ, ഇവയെല്ലാം ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യ പ്രദർശന ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന അരുളിക്ക കരിമണ്ണൂർ ഇടവകയിലെ KCYM യുവജനങ്ങൾ തയ്യാറാക്കിയതാണ്. അതുപോലെ തന്നെ ഈ പ്രദർശനം കൂടുതലായിട്ട് ഒരുക്കിയിരിക്കുക സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, മിഷൻ ലീഗ് കുട്ടികൾ എന്നിവരാണ്. ഇവിടെയുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ കൂടുതലും വിശുദ്ധ കാർലോസ് അക്വിറ്റസ് തയ്യാറാക്കിയ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ മലയാളം തർജ്ജമയാണ്. ഈ ദിവ്യകാരുണ്യ പ്രദർശനം ഒരുക്കുന്നതിൽ കരിമണ്ണൂർ പള്ളിയിലെ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് മാതേക്കൽ പ്രത്യേകമായി നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊന്നിച്ച് പ്രവർത്തിച്ച സൺഡേ സ്കൂൾ അധ്യാപകരെയും യുവദീപ്തി അംഗങ്ങളെയും അതുപോലെ തന്നെ മറ്റ് കമ്മിറ്റി അംഗങ്ങളെയും കൈക്കാരന്മാരെയും എല്ലാം പ്രത്യേകം അനുമോദിക്കുകയും അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇതാണ് സക്രാരി വിരി. ഇതാണ് പഴയകാല ഉറാറ. നമ്മുടെ ഇടവകയിൽ പണ്ടുകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തിരുവസ്ത്രമാണിവ. ഇതാണ് തക്സ. വൈദികൻ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന പുസ്തകം. ഇത് സംഗീഞ്ഞ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വെളുത്ത നിറത്തിലുള്ള ചെറിയ നീളമുള്ള തുണിയാണിത്. ഇതാണ് കബലാന. കാസ മൂടാൻ ഉപയോഗിക്കുന്നു. ഇത് കൈത്തൂവാല. അപ്പവും വീഞ്ഞും ഒരുക്കുന്നതിന് മുൻപ് വൈദികൻ തൻ്റെ സമൂഹത്തിൻ്റെ പാപക്കറുകൾ കഴുകി വിശുദ്ധി വരുത്തുന്നതിൻ്റെ പ്രതീകമായി കൈ കഴുകിയതിനു ശേഷം തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണിയാണിത്. ഇതാണ് കെത്താന. കൊർപ്പോറാൽ എന്നത് വിശുദ്ധ കുർബാന സമയത്ത് അൾത്താരയുടെ മുകളിൽ വിരിക്കുന്ന കുരിശുള്ള ചെറിയ വെള്ള ചതുരാകൃതിയിലുള്ള തുണിയാണിത്. ഇതാണ് പിക്സ്. രോഗികൾക്ക് വിശുദ്ധ കുർബാന കൊടുക്കുവാനായി വീടുകളിലേക്കോ ആശുപത്രികളിലേക്കോ ദിവ്യകാരുണ്യം കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന ചെറിയ പാത്രമാണിത്. ഇതാണ് തിരിക്കാലുകൾ. ഇതാണ് വേദക്കുസ്ത. ആരാധനയ്ക്ക് പുരോഹിതൻ അരുളിക്ക് ഉയർത്തുന്ന സമയത്ത് ധരിക്കുന്ന തിരുവസ്ത്രമാണിത്. ഇതാണ് ചന്ദ്രകല. അരുളിക്കുള്ളിൽ ദിവ്യകാരുണ്യം സ്ഥാപിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇതാണ് കമ്മ്യൂണിയൻ പ്ലേറ്റ്. വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് തിരുവോസ്തി താഴെ വീഴാതെ പിടിക്കുന്ന പാത്രമാണിത്. ഇതാണ് വിശുദ്ധ കുർബാനയ്ക്ക് വീഞ്ഞും വെള്ളവും വെക്കുന്ന പാത്രം.
ഇത് പണ്ട് നമ്മുടെ പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന കുസ്തോതിയാണ്. ഇത് പണ്ട് കാലത്ത് 1970-കളിൽ പള്ളിയിൽ ഓസ്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഉപകരണം. ഇത് പണ്ട് ഓസ്തി മുറിച്ചുകൊണ്ടിരുന്ന പെട്ടി. ഇതാണ് കാസ. കാസ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിൽ വീഞ്ഞ് സമർപ്പിക്കുകയും വിശുദ്ധീകരണത്തിന് ശേഷം ക്രിസ്തുവിന് രക്തം സ്വീകരിക്കുകയും ചെയ്യുന്ന വിശുദ്ധ പാത്രമാണ്. ഇതാണ് പീലാസ. പീലാസ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിൽ അപ്പം വയ്ക്കുന്ന വിശുദ്ധ പാത്രമാണ്. ഇതാണ് ഡബിൾ സ്പീഷ്യസ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് ഇരു സാദൃശ്യത്തിലും വിശുദ്ധ കുർബാന നൽകുന്നതിനുമായി വൈദികർ ഉപയോഗിക്കുന്ന പാത്രമാണിത്. ഇതാണ് ക്രിസ്തുതി. വിശുദ്ധ കുർബാനയിൽ കൂദാശ ചെയ്യപ്പെടുന്ന ചെറിയ ഓസ്തി സമർപ്പിക്കുന്ന പാത്രമാണിത്. ലവാബോൾ എന്നത് വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും സമർപ്പിച്ചതിന് ശേഷം വൈദികൻ കൈ കഴുകുന്നതിനായി ഉപയോഗിക്കുന്ന ചെറിയ പാത്രമാണിത്. ഇതാണ് കാറാപ്പ്, അതായത് ഹാനാൻ വെള്ളം തളിക്കുന്നത്. ഇതാണ് ധൂപക്കുറ്റി. ബലിപീഠത്തിനും ബലി വസ്തുക്കൾക്കും വിശുദ്ധീകരിക്കുന്ന ഒരു പാത്രമാണിത്. ഇതാണ് കപ്പൽ. വിശുദ്ധ കർമ്മങ്ങൾക്ക് കുന്തിരിക്കം കൊണ്ടുവരുന്ന പാത്രമാണിത്. ഇത് മരമണി. ഇത് ശോശപ്പ, പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇത് വിളക്കൂതി, പണ്ടുകാലത്ത് തിരി കിടത്തിയിരുന്നതാണ്. 80 വർഷം പഴക്കമുള്ള കുരിശ്. ഇത് മാർത്തോമാ സ്ലീവ. ഇത് പ്രധാനമായിട്ടും കാണുന്നത് വേമയിലും ബലിപീഠത്തിലുമാണ്. പഴയ കാലത്ത് നമ്മുടെ പള്ളിയിൽ തിരുക്കർമ്മങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് ഏകദേശം 50 വർഷത്തോളം പഴക്കമുണ്ട്. വിശുദ്ധ കുർബാനയിൽ വൈദികർ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങളാണിവ. കൊത്തീന, ഉറാറ, സുനാറ, സന്ദെ, കാപ്പ, ശോശപ്പ. ദേവാലയത്തിലെ സ്ഥലങ്ങൾ: തിരുശേഷിപ്പ് കൂടാരം അല്ലെങ്കിൽ ബേസ് സഹദെ. രക്തസാക്ഷികളുടെയും തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമാണ്.
സാധാരണയായി മദ്ബഹയുടെ വലതുവശത്താണ് ഇത് കാണപ്പെടാറ്. സങ്കീർത്തി കാർമ്മികനും ശുശ്രൂഷകനും വിശുദ്ധ കുർബാനയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായി ഒരുങ്ങുന്ന സ്ഥലമാണ് സങ്കീർത്തി. അടുത്തത് മാമോദീസ തൊട്ടി. സ്ഥാനാർത്ഥിക്ക് മാമോദീസ നൽകുന്നതിനായി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന തൊട്ടിയാണിത്. സക്രാരി ആരാധനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും പുറമെ ദിവ്യകാരുണ്യ സ്വീകരണത്തിനും വേണ്ടി വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന പേടകമാണ് സക്രാരി. ബലിപീഠം അല്ലെങ്കിൽ അൾത്താര. മദ്ബഹായുടെ കേന്ദ്രമാണ് അൾത്താര. അൾത്താരയിലാണ് ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്നത്. ഉപപീഠങ്ങൾ അല്ലെങ്കിൽ ബേസ് ഗസാക്കൾ. അൾത്താരയുടെ ഇരുവശങ്ങളിലും ബലിവസ്തുക്കൾ ഒരുക്കുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്ന പീഠങ്ങളാണ് ബേസ് ഗസ. അടുത്തതായി ബലിവേദി അല്ലെങ്കിൽ മദ്ബഹ. കിഴക്ക് പടിഞ്ഞാറ് നിർമ്മിച്ചിരിക്കുന്ന ദേവാലയത്തിന്റെ കിഴക്കേ അറ്റത്താണ് മദ്ബഹ. ഇത് സ്വർഗത്തിന്റെ പ്രതീകമാണ്. അടുത്തതായി വചനവേദി അല്ലെങ്കിൽ ബേമ. ഹൈക്കലയുടെ മധ്യഭാഗത്ത് കെസ്ത്രോമയോട് ചേർന്ന് സജ്ജീകരിച്ചിട്ടുള്ള വേദിയാണ് ബേമ. ഗായകവേദി അല്ലെങ്കിൽ കെസ്ത്രോമ. മദ്ബഹയ്ക്കും ഹൈക്കലയ്ക്കും ഇടയ്ക്ക് ഹൈക്കലയിൽ നിന്ന് ഒരു പടി ഉയരത്തിലാണ് കെസ്ത്രോമ സ്ഥാപിച്ചിരിക്കുന്നത്. സമൂഹവേദി അല്ലെങ്കിൽ ഹൈക്കല. വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലമാണ് ഹൈക്കല. ഇത് ഭൂമിയെ സൂചിപ്പിക്കുന്നു. അടുത്തതായി ആംഗ്യങ്ങളും നിലപാടുകളും. സമാധാന കൈമാറ്റം. ഈ കർമ്മം പരസ്പര സ്നേഹവും ഐക്യവും പ്രകടമാക്കുന്നു. ചുംബനം. അൾത്താര, വിശുദ്ധ ഗ്രന്ഥം, സലീവ മുതലായവ ചുംബിക്കുന്നത് അവയോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നതിനും അവയിലുള്ള ശരണവും വ്യക്തമാക്കുന്നതിനും വേണ്ടിയാണ്. കൈകഴുകൽ. പാപക്കറകളെ കഴുകിക്കളയുന്നതിനും പാപമാലിന്യങ്ങൾ തുടച്ചു നീക്കുന്നതിനും ഈ കർമ്മം സൂചിപ്പിക്കുന്നു. നിൽക്കുക എന്നത് ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ഇരിക്കുക ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ശിരസ് നമിക്കുക. വിധേയത്വം, ബഹുമാനം, ആരാധന, കൃതജ്ഞത ഇവയെല്ലാം ശിരസ് നമിക്കുന്നതിന്റെ പ്രതീകമാകുന്നു. മുട്ടുകുത്തുക. കടങ്ങൾ ഇളച്ചു കിട്ടാൻ യാചിക്കുന്നതിന്റെ പശ്ചാത്തപിക്കുന്ന പാപിയുടെ നിലപാടാണിത്. കൈകൾ വിരിച്ചു പിടിക്കുക. കൈകൾ വിരിച്ചു പിടിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനെയും യാചനയെയും സൂചിപ്പിക്കുന്നു. സമൂഹം. ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന സഭയുടെ പ്രതീകമാണ് സമൂഹം. ദിവ്യകാരണത്തിനെ സ്നേഹിച്ച വിശുദ്ധരെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിശുദ്ധ കാർലോ അക്യൂട്ടസ് അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ 147ഓളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ പറ്റി വിവരണം നൽകിയിരുന്നു. അവയെല്ലാം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തിരിക്കുന്നതാണ് നാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ദിവ്യകാരുണ്യ പ്രദർശനങ്ങൾ നമ്മുടെ രൂപതയിലെ മറ്റിടവകൾക്ക് മാതൃകയാക്കാവുന്നതാണ്. നന്ദി.